അധ്യാത്മ രാമായണം കിഷ്കിന്ധാകാന്ഡം സുഗ്രീവരാജ്യ അഭിഷേകം. ശ്രീരാമദേവ നിർദ്ദേശാനുസരണം ശ്രേഷ്ഠമായി വിധിപ്രകാരം ബാലിയുടെ സംസ്കാരകർമ്മങ്ങൾ സന്താപമൊഴിച്ചുകൊണ്ട് ഭംഗിയായി നടന്നു. ശുദ്ധി വരുത്തിയ ശേഷം മന്ത്രി പ്രമുഖരുമായി സുഗ്രീവൻ രാമദേവ സമീപമെത്തി വിനീതനായി അഭ്യർത്ഥിച്ചു. ദാസനായി ലക്ഷ്മണനെ പരിഗണിക്കുന്നത് പോലെ എന്നെയും നിന്തിരുവടി ശാസന ചെയ്തുകൊണ്ട് രാജ്യത്തെയും രക്ഷിച്ചു പരിപാലിക്കണം. ചിരിയോടെ രാമദേവൻ പറഞ്ഞു, ഞാനും നീയുമെന്ന ഭേദവിചാരം ഉപേക്ഷിക്കുക. നീ അഭിഷേകത്തിനായി ഒരുങ്ങുക. 14 വർഷക്കാലവും ഞാൻ ഒരു നഗരത്തിലും പ്രവേശിക്കുകയില്ല. നിനക്കായി അഭിഷേകം ലക്ഷ്മണൻ ചെയ്യുന്നതാണ്. ശേഷം നീ സമർത്ഥനായ കുമാരനെ യുവരാജാവായി അഭിഷേകം ചെയ്യണം. ബാലിയെപ്പോലെ സർവാധികാരിയായി രാജ്യപാലനവും ചെയ്യുക. വർഷകാലം ആരംഭമായി. ഈ 4 മാസത്തിൽ ഞാൻ പർവ്വത മുകളിൽ വസിക്കുന്നതാണ്. ശേഷം സീതാന്വേഷണം ആരംഭിക്കണം. അതുവരെ അത്ര നാളും ഭാര്യാപുത്രരുമൊത്ത് സുഖമായിരിക്കുക. അഭിഷേകങ്ങൾ നടത്തിക്കഴിഞ്ഞ് ലക്ഷ്മണനുമായി രാമദേവൻ പർവ്വതമുകളിൽ എത്തി. അവിടെ കൊടുമുടിയിൽ സ്ഫടികതുല്യവും മനോഹരവും സമ്പന്നവുമായ ഒരു ഗുഹ അവർ കണ്ടെത്തി. അവിടെ നാളുകൾ കഴിച്ചു. ഒരിക്കൽ സ്വസ്ഥനായിരുന്ന രാമദേവനോട് ലക്ഷ്മണൻ മോക്ഷമാർഗപ്രാപ്തിക്ക് ക്രിയാമാർഗോപദേശത്തിലൂടെ ഭക്തി മാർഗവിധികൾ വിശദമാക്കി തരണമെന്ന് അപേക്ഷിച്ചു. നാരദൻ, വ്യാസൻ, ബ്രഹ്മാവ് ഇവരൊക്കെ ലക്ഷ്യപ്രാപ്തി നേടുന്നത് നാരായണ പൂജയിലാണ്. നിത്യപുരുഷാർത്ഥത്തിന് യോഗിവര്യന്മാരും നാരായണ പൂജ ആശ്രയിക്കുന്നു. ദാസനായ എനിക്കും അങ്ങ് ആയതിൻ്റെ ഉപദേശം നൽകണം. അതുകൊണ്ട് ലോക നന്മയ്ക്ക് ഉപകാരപ്രദമായി തീരുന്നതാണ്. ഇത് കേട്ട് രാമദേവൻ ക്രിയാമാർഗോപദേശത്തിന് മുതിരുന്നു. സുഗ്രീവനോടരുൾ ചെയ്താനന്തരം അഗ്രജപുത്രനാമംഗദൻ തന്നെയും മുന്നിട്ടു സംസ്കാരമാദി കർമ്മങ്ങളെ പുണ്യാഹപര്യന്തമാഹന്ത ചെയ്യുക നീ. രാമാജ്ഞയാ തെളിഞ്ഞാശു സുഗ്രീവനുമാമോദപൂർവം ഒരുക്കി തുടങ്ങിനാൻ. സൗമ്യയായുള്ളോരു താരയും പുത്രനും ബ്രാഹ്മണരും അമാദ്യപ്രധാനന്മാരും പൗരജനങ്ങളുമായി നൃപേന്ദ്രോജിതം ഭേരി മൃദംഗാദിവാദ്യഘോഷത്തോടും ശാസ്ത്രോക്തമാർഗേണ കർമ്മം കഴിച്ചത് സ്നാത്വാജഗാമ രഘുത്തമ സന്നിധൗ. മന്ത്രികളോടും പ്രണമ്യ പാദാംബുജമന്തർമുദാ പറഞ്ഞാൻ കവി പുങ്കവൻ. രാജ്യത്തെ രക്ഷിച്ചു കൊള്ളുക വേണമിനി പൂജ്യനാകും നിന്തിരുവടി സാദരം. ദാസനായുള്ളോരടിയനിനി തവ ശാസനയും പരിപാലിച്ചു സന്തതം. ദേവദേവേശാദേ പാദപത്മദ്വയം സേവിച്ചു കൊള്ളുവൻ ലക്ഷ്മണനെ പോലെ. സുഗ്രീവ വാക്കുകൾ ഇത്തരം കേട്ടുടൻ അഗ്രേ ചിരിച്ചരുൾ ചെയ്തു രഘുത്തമൻ. നീ തന്നെ ഞാനതിനില്ലൊരു സംശയം.
പ്രീതനായി പോയാലുമാശു മമാജ്ഞയാ. രാജ്യാധിപത്യം നിനക്കു തന്നേനിനി പൂജ്യനായി ചെന്ന് അഭിഷേകം കഴിക്ക നീ. നൂനമൊരു നഗരം പോകയുമില്ല ഞാനോ 14 സംവത്സരത്തോളം. സൗമിത്രി ചെയ്യും അഭിഷേകമാദരാൽ സാമർഥ്യമുള്ള കുമാരനെ പിന്നെ നീ യൗവരാജ്യാർദ്ധമഭിഷേചയ പ്രഭോ. സർവമധീനം നിനക്കു രാജ്യം സഖേ. ബാലിയെപ്പോലെ പരിപാലനം ചെയ്തു ബാലനെയും പരിപാലിച്ചു കൊള്ളുക നീ. അദ്രീശിഖരെ വസിക്കുന്നതുണ്ടു ഞാൻ അദ്യ പ്രഭൃതി ചാതുർമാസ്യമാകയാൽ. പിന്നെ വർഷം കഴിഞ്ഞാൽ അനന്തരം അന്വേഷണാർത്ഥം പ്രയത്നങ്ങൾ ചെയ്യുക നീ. തന്വാങ്കിതാനിരിപ്പേടമറിഞ്ഞു വന്നെന്നോടു ചൊൽകയും വേണം മമ സഖേ. അത്ര നാളും പുരത്തിങ്കൽ വസിക്ക നീ നിത്യസുഖത്തോട് ധാരാത്മാജൈ സമം. രാഘവൻ തന്നോട് അനുജ്ഞയും കൈക്കൊണ്ടു വേഗേന സൗമിത്രിയോടു സുഗ്രീവനും ചെന്നു പുരീബുക്കഭിഷേകവും ചെയ്തു വന്നിതു രാമാന്തികേ സുമിത്രാത്മജൻ. സോദരനോടും പ്രവർഷണാക്യേ ഗിരൗ സാദരം ചെന്നു കരേറി രഘുത്തമൻ. ഉന്നത മൂർധ്വ ശിഖരം പ്രവേശിച്ചു നിന്ന നേരമൊരു ഗഹ്വരം കാണായി. സ്ഫാടികദീപ്തി കലർന്നു വിളങ്ങിന ഹാടകദേശം മണിപ്രഭരോജ്വലം. വാദവരിഷ കിമാതപവാരണം പാദപവൃന്ദ ഫലമൂലസഞ്ചിതം. തത്രൈവ വാസായ രോജയാമാസ സൗമിത്രീണ ശ്രീരാമഭദ്രൻ മനോഹരൻ. സിദ്ധയോഗീന്ദ്രാദി ഭക്തജനം തഥാ മർത്യവേഷം പൂണ്ട നാരായണൻ തന്നെ ഭക്ഷി മൃഗാദിരൂപം ധരിച്ചന്വഹം പക്ഷിധ്വജനെ ഭജിച്ചു തുടങ്ങിനാർ. സ്ഥാവരജംഗമ ജാതികളേവരും ദേവനെ കണ്ടു സുഖിച്ചു മരുവിനാർ. രാഘവൻ തത്ര സമാധി വിരതനായ ഏകാന്തദേശേ മരുവും ദശാന്തരേ. ഏകദാ വന്ദിച്ചു സൗമിത്രി സസ്പൃഹം രാഘവനോടു ചോദിച്ചരുളിടിനാൻ. കേൾക്കയിലാഗ്രഹം പാരം ക്രിയാമാർഗമാക്യാഹി മോക്ഷപ്രദം ത്രിലോകീപദേ. വർണ്ണാശ്രമികൾക്ക് മോക്ഷദം പോലത് വർണ്ണിച്ചരുൾ ചെയ്യുക വേണം ദയാനിധേ. നാരദ വ്യാസ വിരിഞ്ചാദികൾ സദാ നാരായണ പൂജ കൊണ്ടു സാധിക്കുന്നു നിത്യം പുരുഷാർത്ഥമെന്ന് യോഗീന്ദ്രന്മാർ ഭക്ത്യാ പറയുന്നതെന്നു കേൾപ്പുണ്ടു ഞാൻ. ഭക്തനായി ദാസനായുള്ളോരടിയനു മുക്തിപ്രദം ഉപദേശിച്ചരുളണം.
ലോകൈകനാഥ ഭവാൻ അരുൾ ചെയ്കിലോ ലോകോ ഉപകാരകമാകയുമുണ്ടല്ലോ. ലക്ഷ്മണനേവം ഉണർത്തിച്ച നേരത്തു തൽക്ഷണേ ശ്രീരാമദേവൻ അരുൾ ചെയ്തു. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.